അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വെൽക്കം ടു ത്വയ്ബ് ത്വയ്ബ. ഇന്ന് വന്ന ഒരു സംശയത്തിനു മറുപടിയും ആണ് ഇന്നിവിടെ പറയുന്നത്. നമുക്കൊക്കെ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു സംശയമാണ്. പക്ഷേ നമ്മളതിനെ നെവർ മൈൻഡ് ചെയ്യുകയാണ് പലരും. അതുകൊണ്ടാണ് ആ സംശയം പലരും ചോദിക്കാത്തത്. എന്നാലും സ്വാഭാവികമായി എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ്. ഇൻഷാ അല്ലാഹ് തീർക്കാം. ഡൗട്ട് എന്താണ് അതാദ്യം പറയട്ടെ. നമുക്ക് നിസ്കാരത്തിൽ ഖൗലിയായിട്ടുള്ള ഫർളുകളുണ്ട്, ഫിഅലിയായിട്ടുള്ള ഫർളുകളുണ്ട്. എല്ലാവർക്കും അറിയാലോ, അറിയാം. ഖൗലിയായിട്ടുള്ള ഫർളുകൾ ഫിഅലിയായിട്ടുള്ള ഫർളുകളും ഉപേക്ഷിച്ചാൽ പിന്നീട് അതെന്ത് ചെയ്യും എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ളൊരു ചോദ്യമാണ്. വിശദീകരിക്കാം. നിസ്കാരത്തിൻ്റെ ഫിഅലിയായിട്ടുള്ളൊരു ഫർളാണ് റുക്കൂ ചെയ്യുക എന്നുള്ളത്. ഒരു റക്അത്തിൽ ഒരാൾ റുക്കൂ ചെയ്യാൻ മിസ്സായി, അത് മറന്നുകൊണ്ടാകാം, മനഃപൂർവ്വമാകാം. മനഃപൂർവ്വമായാൽ നിസ്കാരം ബാത്തിലാകും. മറന്നുകൊണ്ടായാൽ എന്താണ് പരിഹാരം? അഥവാ ഖിയാമിലാണ് ഒരാളുള്ളത്. ഖിയാമിലുള്ളപ്പോൾ അയാൾ കരുതി ഇത് എഴുത്തിദാലിലാണെന്ന്. ഖിയാമിൽ ഫാത്തിഹയും സൂറത്ത് ഓതി കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു തോന്നൽ എഴുത്തിദാലിലാണെന്ന്. എന്നിട്ട് എഴുത്തിദാലിന് ദിക്ർ ചൊല്ലി സുജൂദിലേക്ക് പോയെങ്കിൽ അവിടെ ഇടയിൽ മിസ്സായ ഒന്നുണ്ടല്ലോ, റുക്കൂ ഉണ്ടല്ലോ. സ്വാഭാവികമായും അത് അങ്ങനെ ഉണ്ടാകൽ കുറവാണെങ്കിലും സാധ്യത കൂടുതൽ ഉണ്ടാകുന്ന മറ്റൊന്നുണ്ട്. ഓരോ റക്അത്തിലും രണ്ട് സുജൂദില്ലേ? ഒന്നാമത്തെ സുജൂദിൽ ഒരാൾക്ക് തോന്നി രണ്ടാമത് സുജൂദാണെന്ന് തോന്നി. പെട്ടെന്ന് അദ്ദേഹം ഒന്നാമത്തെ റക്അത്തിലെ ഒന്നാമത്തെ സുജൂദിന് ശേഷം, അത് ഇയാളുടെ ധാരണ രണ്ടാമത്തെ സുജൂദാണെന്ന, ഒന്നാമത്തെ സുജൂദിന് ശേഷം വീണ്ടും ഖിയാമിലേക്ക് വന്നെങ്കിൽ അദ്ദേഹത്തിന് റക്അത്ത് പൂർത്തിയായിട്ടില്ല എന്നുള്ളത് ഉറപ്പാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സുജൂദ് മിസ്സായിപ്പോയാൽ, അങ്ങനെ ഏതെങ്കിലും ഫിഅലിയായിട്ടുള്ള ഫർളുകൾ മിസ്സായിപ്പോയാൽ, അല്ലെങ്കിൽ ഫാത്തിഹ, അത്തഹിയാത്ത് പോലെയുള്ള ഖൗലിയായിട്ടുള്ള ഫർളുകൾ മിസ്സായിപ്പോയാൽ, ഇമാമിൻ്റെ ഖിറാഅത്ത് കേട്ടുകൊണ്ട് വരുന്ന ഒരു മഅ്മൂം, ഇമാമ് സൂറത്ത് ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഖിയാമിലെത്തിയ ഒരു മഅ്മൂം ഉടനെ ഫാത്തിഹ ഓതുകയാണ് വേണ്ടത്. അങ്ങനെ പെട്ടെന്ന് മഅ്മൂമിന് ഫാത്തിഹ ഓതാനുള്ള സമയം കിട്ടിയില്ല എങ്കിൽ ആ റക്അത്ത് അത് മസ്ബൂക്കാണ്. ആ ഫാത്തിഹ ഇമാമ് വഹിക്കും. എന്നാൽ അങ്ങനെ ഫാത്തിഹ ഇമാമ് വഹിക്കുമെങ്കിലും അവിടെ അദ്ദേഹം മസ്ബൂക്കാണ്, ആ റക്അത്തിൽ മസ്ബൂക്കാണ്. മസ്ബൂക്കിനിക്ക് മുവാഫിഖിൻ്റെ പ്രതിഫലം ഇല്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ഏതായാലും അത് ഫാത്തിഹയിൽ മാത്രമേ അങ്ങനെ ഇമാമ് വഹിക്കുന്നുള്ളൂ. എന്നാൽ എല്ലാ റക്അത്തിലും മസ്ബൂക്ക്, അത് ശരിയാകില്ല. എല്ലാ റക്അത്തിലും ഫാത്തിഹ ഓതാതിരിക്കുകയാണ്, എന്നിട്ടോ ഇമാമ് വഹിക്കട്ടെ എന്ന് കരുതി, അത് ശരിയാകൂല. തറാവിഹി നിസ്കാരത്തിലൊക്കെ അങ്ങനെ ഉണ്ടാകലുണ്ട് പല ഭാഗത്തും. കാരണം ഖിറാഅത്ത് ഓവർ സ്പീഡ് അടിച്ചങ്ങ് വിടും, സൂപ്പർ ഫാസ്റ്റാണ്. ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. കൂടുതൽ സ്പീഡ് അങ്ങ് പോകുമ്പോൾ വേഗം തീരല്ലോ, 20 മിനിറ്റോട് അരമണിക്കൂറിനുള്ളിൽ തറാവിഹും വിത്തറും ഇശാ എടുക്കാൻ കഴിയും, വേഗം സുഖല്ലേ എന്ന് കരുതി ഇമാമിനെ വലിയ ഇഷ്ടമായിരിക്കും. അങ്ങനെ ചില നാടുകളിൽ ചില ആളുകളൊക്കെ ചെയ്യുന്നുണ്ട്. അവർക്ക് ഫാത്തിഹ ഓതാൻ സമയം ഉണ്ടാവില്ല, മഅ്മൂമുകൾക്ക് തീരെ ഫാത്തിഹ ഓതാൻ സമയം ഉണ്ടാവില്ല. അവർ ഇമാമിൽ നിന്ന് ഖിയാമിലേക്ക് വന്ന ഉടനെ, ഇമാം തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയ ഉടനെ അവർ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയിട്ടുണ്ടെങ്കിലും ഫാത്തിഹ ചിലപ്പോൾ ഓതാൻ കഴിയലുണ്ടാവില്ല. ഇമാമിൻ്റെ ഫാത്തിഹയ്ക്ക് ശേഷം ഫാത്തിഹ ഓതലാണ് സുന്നത്ത്. ഇനി ഇമാമിനേക്കാൾ ഓവർടേക്ക് ചെയ്യാതിരുന്നാൽ തന്നെ നിസ്കാരം ബാത്തിലാവുകയും ഇല്ല. ഇമാം ബിസ്മി ഓതിയിട്ട് നമ്മൾ ബിസ്മി ഓതിയാലും നിസ്കാരം ബാത്തിലാവുകയില്ല. ഇരിക്കട്ടെ. അപ്പോൾ ഒരു നിസ്കാരത്തിൽ ഏതെങ്കിലും റുക്കുനുകൾ നഷ്ടപ്പെട്ടാൽ, ഫർളായ ഏതെങ്കിലും റുക്കുന് നഷ്ടപ്പെട്ടാൽ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഫാത്തിഹ ഓതിയിട്ടില്ല, അപ്പം എന്ത് ചെയ്യും? മൂന്നാമത്തെ റക്അത്തിലാണ് നമ്മൾ ഫാത്തിഹ ഓതാത്തതെങ്കിൽ നാലാമത്തെ റക്അത്താണ് പിന്നീട് മൂന്നാമത്തെ റക്അത്തായി പരിഗണിക്കുക. നാലാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതണം, ആ റക്അത്താണ് മൂന്നാമത്തെ റക്അത്തായി പരിഗണിക്കുക. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഇതിൽ 4 റക്അത്ത് ആയാൽ പിന്നീട് ഒന്നും കൂടെ നിസ്കരിക്കണം, ആ ഒരു റക്അത്തും കൂടെ നിസ്കരിക്കണം എന്നാണ് അതിൻ്റെ സാരം. ഇനി ഒരാൾ റുക്കൂ ചെയ്തില്ല രണ്ടാമത്തെ റക്അത്തിലെങ്കിൽ അദ്ദേഹം മൂന്നാമത്തെ റക്അത്തിൽ റുക്കൂ ചെയ്യുമ്പോൾ മൂന്നാമത്തെ റക്അത്ത് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ റക്അത്തായിട്ടാണ് പരിഗണിക്കുക. എന്ന് പറഞ്ഞാൽ ഒരു റക്അത്തിൽ ഫർള് നഷ്ടപ്പെട്ടാൽ ആ ഫർള് വീണ്ടെടുക്കാനുള്ള മറ്റൊരു ഓപ്ഷനും ഇല്ലാത്തതിനാൽ അടുത്ത സമയത്ത് ആ ഫർള് ചെയ്യുമ്പോഴാണ്
ആ നിസ്കാരത്തിലെ ആ റക്അത്ത് അതായി പരിഗണിക്കുക. അപ്പോൾ കഴിഞ്ഞ റക്അത്ത് ഇല്ലാതെ നഷ്ടമായി. അപ്പോൾ അടുത്ത പ്രാവശ്യം അത് ഓതുമ്പോഴാണ് ആ റക്അത്ത് പരിഗണിക്കുക. ഇതാണ് ഇപ്പോൾ പറഞ്ഞതിൻ്റെ താല്പര്യം. റുക്കൂഅ് മറന്നാൽ, സുജൂദ് മറന്നാൽ, ഇഅ്തിദാല് മറന്നാൽ, ഇനി ഫാത്തിഹ മറന്നാൽ, ഫാത്തിഹ നിർബന്ധമാണ്. ഒരാൾ അന്തം വിട്ട് നിന്നിക്കണ് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയിട്ട് ഫാത്തിഹ ഓതാൻ മറന്നുപോയി. പെട്ടെന്ന് അയാൾ റുക്കൂഇലേക്ക് പോയി. സ്വാഭാവികമാണ്, ഒരുപക്ഷെ ഉണ്ടായേക്കാം. റുക്കൂയിലേക്ക് പോയപ്പോഴാണ് മൂപ്പർക്ക് ഓർമ്മയാകുന്നത് കുറച്ചങ്ങ് എത്തിയപ്പോൾ ഫാത്തിഹ ഓതിയിട്ടില്ലല്ലോ. അയാൾ തുടർന്ന് വന്ന് അടുത്ത റക്അത്തിലേക്ക് എത്തി ഫാത്തിഹ ഓതുമ്പോൾ ആ ഫാത്തിഹ ആദ്യത്തെ റക്അത്തായി പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ ആദ്യത്തെ റക്അത്ത് ഫാത്തിഹ ഓതാത്തതിനാൽ ആദ്യത്തെ റക്അത്ത് പരിഗണിക്കുകയില്ല. രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതിയെങ്കിൽ മാത്രമേ അത് ആദ്യത്തെ റക്അത്തായി പരിഗണിക്കുകയുള്ളൂ. മനസ്സിലായോ? ഫാത്തിഹ അതുപോലെ തന്നെ നിസ്കാരത്തിൻ്റെ 14 ഫർളുകളും വളരെ കൃത്യമാണ്. അതിൽ നമുക്ക് ഏറ്റവും വളരെ പ്രധാനമായി ഉള്ളൊരു ഫർള് നിയ്യത്താണ്. ഏറ്റവും ആദ്യമുള്ള ഫർള്. ആ നിയ്യത്ത് എല്ലാവർക്കും ഉണ്ടാവില്ല. നിയ്യത്തില്ലെങ്കിൽ നിസ്കാരം തന്നെ ഇല്ല. നിയ്യത്ത് വെച്ചിട്ടില്ല എന്ന് നിസ്കാരത്തിന് സലാം വീട്ടുന്നതിന് തൊട്ടു മുമ്പാണ് അയാൾക്ക് ഓർമ്മയെങ്കിൽ പോലും ആ നിസ്കാരം ബാത്തിലായിട്ടുണ്ട്. നിസ്കാരം സലാം വീട്ടിന് ശേഷമാണ് ഒരാൾ നിയ്യത്ത് വെക്കാതാണ് നിസ്കരിച്ചതെന്ന് പറഞ്ഞാൽ പോലും, കരുതിയാൽ പോലും ആ നിസ്കാരം ബാത്തിലായിട്ടുണ്ട്. കാരണം നിസ്കാരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫർളാണ്. അത് ഖൽബിയായിട്ടുള്ള ഫർളാണ് നിയ്യത്ത് എന്നുള്ളത്. നിയ്യത്ത് നാവ് കൊണ്ട് പറയൽ സുന്നത്താണെങ്കിലും ഹൃദയം കൊണ്ട് മനസ്സിൽ ഉറപ്പിക്കലാണ്, ഹൃദയത്തിൽ കൊണ്ടുവരലാണ് നിർബന്ധമായ കാര്യമെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.